വീണ്ടും കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതിയിൽ വാദിക്കുന്നു. അതിന്റെ തുടർവാദം തുടരുകയാണ്. എന്തായാലും സുപ്രീം കോടതിയിൽ അല്പം ഒരു ആശ്വാസം കേരളത്തെ സംബന്ധിച്ചുണ്ട്. 13,608 കോടി കടമെടുക്കാൻ കേരളത്തിന് അധികാരം നൽകാൻ ഉത്തരവിടുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അധിക തുക കടമെടുക്കുന്നത് സംബന്ധിച്ച് കേരളവും കേന്ദ്രവും ചർച്ച ചെയ്യാനും നിർദ്ദേശമുണ്ട്. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, എന്തായാലും വലിയ ആശ്വാസമാണ് കേരളത്തെ സംബന്ധിച്ച്. എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിന് കുറച്ചെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം വന്നത്? ദിവിഷ, ഇപ്പോഴും ഈ കേസിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുകയാണ്. വാദത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് സുപ്രീം കോടതി തങ്ങൾ എന്താണ് ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചിത്രം കോടതിയിൽ നൽകുകയും ചെയ്തു. അതിന്മേലുള്ള ഈ വാദവും എതിർവാദവും ഒക്കെയാണ് കോടതിയിൽ നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതായിരിക്കും. സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടി പോകുന്ന ഉത്തരവ്, അതായത് കോടതി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, കേരളത്തിന് ഈ 2003-2004 സാമ്പത്തിക വർഷം ഈ കടമെടുക്കുന്നതിന്, അതായത് ഇനി അർഹതപ്പെട്ടിരിക്കുന്നത്, ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 മുമ്പ് കടമെടുക്കാൻ അർഹതപ്പെട്ടിരിക്കുന്നത് 13,608 കോടി രൂപയാണ്. ഇക്കാര്യം നേരത്തെ കേന്ദ്രവും സുപ്രീം കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ തുക കടമെടുക്കുന്നതിനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി നൽകണമെന്നാണ് കേന്ദ്രത്തോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്രം നേരത്തെ പറഞ്ഞിരുന്നത്, ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സുപ്രീം കോടതി നൽകിയിരുന്ന ഹർജി പിൻവലിച്ചാൽ മാത്രമേ ഈ തുക എടുക്കുവാൻ, അല്ലെങ്കിൽ ഈ കടം എടുക്കുവാൻ വേണ്ടി സംസ്ഥാനത്തിന് അധികാരം നൽകാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെ സുപ്രീം കോടതി ശക്തമായി വിമർശിക്കുകയാണ് ഉണ്ടായത്. കാരണം ഭരണഘടനയുടെ 131-ാം അനുച്ഛേദ പ്രകാരം ഈ സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ആ അധികാരമാണ് വിനിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അർഹതപ്പെട്ട കടം എടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിബന്ധന, അത്തരമൊരു നിബന്ധന മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ 13,608 പുറമെ ഏതാണ്ട് 15,000 കോടി രൂപ കൂടി തങ്ങൾക്ക് കടമെടുക്കാൻ, ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ വേണ്ടി അനുമതി നൽകണമെന്നതാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഉടൻ ചർച്ച നടത്തുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നോ അതല്ലെങ്കിൽ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഈ കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് നടത്തി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തുക സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിബന്ധന കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ആ നിബന്ധന വയ്ക്കാനുള്ള അധികാരം കേന്ദ്രത്തിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ പ്രശ്നം നടക്കുമ്പോൾ, അതായത് ഈ ചർച്ചയും മറ്റും നടക്കുമ്പോൾ, കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഭരണ നേതൃത്വത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും വിവാദമായ പ്രസ്താവനകൾ നടത്തരുതെന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി ഇന്ന് മുന്നോട്ട് വെച്ചു. കാരണം അത്തരം ഒരു വിവാദ പ്രസ്താവനകളും ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗുണം ചെയ്യില്ല എന്നാണ് ഇന്ന് ഈ സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചത്. സംസ്ഥാനത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ ഈ സംസ്ഥാന സർക്കാരല്ല മറിച്ച് കേന്ദ്രവുമൊക്കെ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആ വാദം നിരാകരിക്കാനുണ്ടായത്. ഏതായാലും ഈ ചർച്ചകൾ നടത്തി ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആവശ്യം ഇത് സുപ്രീം കോടതി അനുവദിക്കുമ്പോൾ ആ പണം വേഗത്തിൽ കിട്ടുമോ, അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കേരളത്തിന് ആ ആശ്വാസം ഉടനെ ഉണ്ടാകുമോ? ഈ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഇന്ന് കപിൽ സിബൽ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞത്, ശമ്പളം കൊടുക്കാനുള്ള പണം മാത്രമാണ് തങ്ങളുടെ കയ്യിലുള്ളത്, അതിനപ്പുറത്തേക്ക് സർക്കാരിനുണ്ടാകുന്ന മറ്റ് ചെലവുകൾക്കൊക്കെ ഉള്ള പണം നൽകുന്നതിന് തങ്ങൾക്ക് കടുത്ത പ്രയാസം അനുഭവിക്കുകയാണ്, തങ്ങൾക്ക് അർഹതപ്പെട്ട പണം പോലും ഈ കേന്ദ്രം നൽകുന്നില്ല എന്നായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ 13,608 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കുന്നതോടുകൂടി തന്നെ സർക്കാരിൻ്റെ ഈ അടിയന്തരമായ പ്രതിസന്ധി, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അത് ഈ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക, മറ്റ് ആവശ്യങ്ങൾ, അതിനൊക്കെ ഈ തുക കൊണ്ട് അത് പരിഹരിക്കപ്പെടുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഈ സമ്പൂർണ്ണമായ ഒരു ട്രഷറി അടച്ചിടൽ എന്നത് സംസ്ഥാനം ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നതാണ് ഇന്നത്തെ ഈ സുപ്രീം കോടതി വാദത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ശമ്പളം വരെ 2 ദിവസം വൈകിയ സാഹചര്യം ഉണ്ടായി, അതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ കുറച്ചെങ്കിലും ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ ഈ തുക കഴിയുമെന്നതാണ്. പക്ഷേ അധിക കടമെടുപ്പിന് തീർച്ചയായും അത് നിബന്ധനകൾക്കൊക്കെ വയ്ക്കാമെന്ന നിർദ്ദേശവും കോടതി പറഞ്ഞിട്ടുണ്ട്.